ഷുക്കൂർ വക്കീൽ എന്ന പേരും മുഖവും മലയാളത്തിന് ഇന്ന് അങ്ങേയറ്റം പരിചിതമാണ്. കഴിഞ്ഞ 10-30 കൊല്ലമായിട്ടുള്ള പരിചയം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട്. കോഴിക്കോട് ലോ കോളേജിൽ നിയമത്തിന് പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ടുള്ള പരിചയം. ഷുക്കൂർ വക്കീൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് മുസ്ലിം ലീഗിനോട് ചേർന്നാണ്. പിന്നീട് ആശയപരമായ കാരണങ്ങളാൽ, ആശയപരമായ ബോധ്യങ്ങളാൽ അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്നാണ് കഴിഞ്ഞ കുറേ കാലമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷുക്കൂർ വക്കീൽ ശ്രദ്ധേയനാകുന്നത് അടുത്ത കാലത്തെ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങളിലൂടെയാണ്. ഒന്ന്, തൻ്റെ സമുദായത്തിലെ അനന്തരാവകാശത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ നമ്മുടെ കുടുംബ നിയമങ്ങൾ, മുസ്ലിം പേഴ്സണൽ ലോയിലെ കുടുംബ നിയമങ്ങളിലെ ലിംഗനീതി ഇപ്പോഴും ഒരു വലിയ കീറാമുട്ടിയായി കിടക്കുന്നുവെന്ന് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷുക്കൂർ വക്കീലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീന ഷുക്കൂറും 94-ൽ വിവാഹം ചെയ്തവരാണവർ. കഴിഞ്ഞ വർഷം അവരുടെ ഇസ്ലാമിക ശരീഅത്ത് മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നടന്ന നിക്കാഹിലൂടെ നടന്ന ആ വിവാഹത്തെ വീണ്ടും ഒരിക്കൽ കൂടി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് മാതൃക കാണിച്ചു. ആ മാതൃകയിലൂടെ ഷുക്കൂർ ഷീനയും മുന്നോട്ട് വെച്ചൊരു സന്ദേശം, സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു കുടുംബം അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് അനന്തരാവകാശമായി ആൺകുട്ടിയോ പെൺകുട്ടിയോ ഭേദമില്ലാതെ തൻ്റെ മക്കൾക്ക് സമ്പൂർണ്ണമായി ലഭിക്കണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഷുക്കൂർ വീണ്ടും രജിസ്റ്റർ ചെയ്തത്. അതിനെ രണ്ടാം വിവാഹം എന്ന് ആഘോഷപൂർവ്വം ആളുകൾ വിശേഷിപ്പിച്ചപ്പോഴും അന്നതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മലയാളം കരുതി. പക്ഷേ ഷുക്കൂർ ഒരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ നാന്ദിയായിരുന്നു കുറിച്ചത് എന്ന് കഴിഞ്ഞ ഒരു കൊല്ലത്തെ അനുഭവം കാണിക്കുന്നുണ്ട്. ഷുക്കൂറിൻ്റെ വിവാഹത്തിൻ്റെ പുനർ രജിസ്ട്രേഷന് ശേഷം തുടർച്ചയായി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും വ്യാപകമായ തോതിൽ മുസ്ലിം വിവാഹ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട വിവാഹങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ നടന്ന വിവാഹങ്ങൾ, നിക്കാഹ് ചെയ്യപ്പെട്ട വിവാഹങ്ങൾ വളരെ വ്യാപകമായ തോതിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിൻ്റെ അനുഭവങ്ങൾ വലിയ വാർത്തകളായി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഷുക്കൂർ ഇന്ന് ഒരു വലിയ മാതൃകയാണ്, സാമൂഹ്യമായ ഒരു വലിയ മാതൃക. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ പരിഷ്കരണവാദികൾക്ക്, ലിംഗനീതിക്ക് വേണ്ടി ശബ്ദിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് മുമ്പിലുള്ള ഒരു പുതിയ മാതൃകയാണ്. ഇത് ഷുക്കൂറിൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാം ഭാഗം, അതോടൊപ്പം തന്നെ തീർത്തും അനാവശ്യമായ ഒരു അവകാശം ഇപ്പോഴും കേരളത്തിലെ മുസ്ലിം പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട്. കേരളത്തിലെ മാത്രമല്ല, ലോകത്തിലൊട്ടാകെയുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യയിലെങ്കിലും ഈ ബഹുഭാര്യത്വം എന്ന അവകാശം മുസ്ലിം പുരുഷന്മാർക്ക് അനുവദിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ പുരുഷന്മാർക്കും അത് നിഷേധിക്കേണ്ടതാണ്, നിരോധിക്കേണ്ടതാണ്, നിയമം മൂലം അത് നിരോധിക്കേണ്ടതാണ് എന്ന് വാദിച്ചുകൊണ്ട് ഷുക്കൂർ ഒരു വലിയ ക്യാമ്പയിൻ തന്നെ സമൂഹ മാധ്യമ രംഗത്തും അദ്ദേഹത്തിന് ലഭിക്കുന്ന എല്ലാ വേദികളിലും നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ പല തലത്തിലുമുള്ള മലയാളികൾ തയ്യാറാകുന്നതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. ഷുക്കൂറിന് സമീപകാലത്ത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയ ജനപ്രീതി കൂടി അതിൻ്റെ ഒരു ഘടകമാണ്. അങ്ങനെ ലഭിച്ച ജനപ്രീതി പക്ഷേ വളരെ ബോധപൂർവമായ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ഷുക്കൂറിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, രാഷ്ട്രീയമായ നിലപാടുകളെക്കുറിച്ച്, അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സാമൂഹ്യ പരിവർത്തന സന്ദേശങ്ങളെക്കുറിച്ചാണ് ഷുക്കൂറിന് സംസാരിക്കുന്നത്. ഷുക്കൂറിനെ ABC ഫ്ലോറിലേക്ക് അല്പസമയം അദ്ദേഹം അനുവദിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഷുക്കൂറിനോടൊപ്പം ഇന്ന് ഇത്തരം വിഷയങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ, സാമൂഹിക വിഷയങ്ങളിലൊക്കെ നിരന്തരമായി ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ, സവിശേഷമായ തൻ്റേതു മാത്രമായ നിലപാടുകൾ സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ, എല്ലാ വിയോജിപ്പുകളോടും സന്തോഷപൂർവ്വം സംവാദത്തിന് എപ്പോഴും സന്മനസ് കാണിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് പ്രിയപ്പെട്ട ABC-ക്ക് പ്രത്യേകം പ്രിയപ്പെട്ട TG മോഹൻദാസ്, അദ്ദേഹവും വക്കീലാണ്. TG മോഹൻദാസും ഷുക്കൂറും പരസ്പരം സംസാരിക്കും. തീർച്ചയായും ഞാനും അതിനിടയിൽ കൂടിച്ചേരും. ആദ്യം ഷുക്കൂർ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഞാൻ ഈ പ്രോഗ്രാമിന് വരാൻ സമ്മതിച്ചത് AP വിളിച്ചതുകൊണ്ടാണ്. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ റോൾ ഉണ്ടായിരുന്ന ഒരാളാണ്. 89-ലാണ് ഞാൻ കോഴിക്കോട് ലോ കോളേജ് ചേരുന്നത്. അന്ന് ഞാൻ
MSFൻ്റെ പ്രവർത്തകനായിരുന്നു. സിറ്റി MSFൻ്റെ പ്രസിഡൻ്റായിരുന്നു. AP അന്ന് MSFൻ്റെ സ്റ്റേറ്റ് കലാവേദിയുടെ കൺവീനറായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലീഗ് ഹൗസിൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കാണും. അങ്ങനെയാണ് ഞങ്ങളൊരു സൗഹൃദം. പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് എൻ്റെ തന്നെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഷീനയാണ്. ഷീന പാലക്കാട്ടുകാരിയാണ്. അപ്പം ഞാൻ കാസർഗോട്ടുകാരനാണ്. എൻ്റെ വീട്ടിലുള്ളൊരു സാഹചര്യം ഭരിച്ചിട്ട് ഒരു പ്രണയവിവാഹമൊന്നും 94 പോസിബിൾ അല്ല. അപ്പോൾ എൻ്റെ വിവാഹം നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആൾ AP ആണ്. AP PA റഷീദ്, MC ഡോക്ടർ മുനീർ, ഇവരുടെയൊക്കെ സഹായം വലിയ ഘടകമായിരുന്നു എൻ്റെ ഉപ്പയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഉപ്പയെ ധിക്കരിച്ച് പോകാനുള്ള ധൈര്യം അന്നും ഉണ്ടായിരുന്നില്ല, ഇന്നും എനിക്കില്ല. ഇന്നും ഞാൻ ഉപ്പയെ അനുസരിക്കുന്ന മോനാണ്. അപ്പോൾ AP എൻ്റെ APക്ക് അന്ന് എന്നേക്കാളൊരു 4-5 വയസ്സേ അധികം ഉണ്ട്. അതെ, ഒരു 4-5 വയസ്സേ അധികം ഉള്ളൂ. എന്നിട്ട് AP ഉപ്പ അടുത്ത് വന്നു, MCയുടെ കൂടെ വന്നു, റഷീദൊക്കെ വന്നു. അവർ സംസാരിച്ചിട്ടാണ് എൻ്റെ വിവാഹം നടത്തിയത്. അപ്പം AP എന്നെ ഈ പ്രോഗ്രാമിൽ വിളിച്ച സമയത്ത് എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. തീർച്ചയായും എൻ്റെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വന്നതാണ്. പിന്നെ AP പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അങ്ങനെ വലിയ സംഗതിയൊന്നുമില്ല. ഞാൻ ഈ വളരെ ചെറിയ പ്രായത്തിൽ ഈ വക്കീൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് എനിക്ക് തോന്നുന്നത് ലോകത്ത്, അല്ല ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെങ്കിലും ഈ മനുഷ്യൻ്റെ ജീവിത പരിച്ഛേദം കാണാൻ കഴിയുന്നൊരു വിഭാഗം പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സാണ്. അവർക്ക് മാത്രമേ മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതവേദ ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പ്രൊഫഷണൽ വിഭാഗം. ഇപ്പോൾ ഡോക്ടർമാർക്ക് അസുഖത്തെ പറ്റി പറയും, എൻജിനീയേഴ്സിന് കെട്ടിടത്തെക്കുറിച്ച് പറയും, അധ്യാപകരുണ്ട്. പക്ഷേ എന്നാലും എല്ലാ മനുഷ്യൻ്റെയും ദൈനംദിന ജീവിതത്തിൽ അവരുടെ നേരിടുന്ന പ്രശ്നങ്ങളെ പൂർണ്ണമായും എത്തുന്ന അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു വിഭാഗം അഭിഭാഷകരാണ്. ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വലിയ മോശമില്ലാത്ത സ്വാധീനമുള്ളൊരു കുടുംബത്തിൽ വരുന്ന ആളാണ്. എനിക്ക് ചുറ്റും മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസിങ് സമയത്താണ് മുസ്ലിം സമുദായത്തിലുള്ള ഈ ഇന്നിക്വാലിറ്റി വലിയ തോതിൽ മനസ്സിൽ പ്രശ്നങ്ങളായി വരുന്നത്. പലപ്പോഴും ഈ പെൺകുട്ടികൾ മാത്രമുള്ള അച്ഛനോ ഉമ്മയോ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് ഓഹരിയിലെ പ്രശ്നം മാത്രമല്ല, ഒരു കാറിൻ്റെ RC ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഒപ്പ് വേണം. വീടിൻ്റെ ഒരു കഴുക്കോല് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അഡീഷണൽ വർക്ക് നടത്തണമെങ്കിൽ ഈ ഉപ്പയുടെയോ ഉമ്മയുടെയോ ബന്ധുക്കളുടെ ഒപ്പ് വേണം. അത് ഭയങ്കരമായി അവരെ അലട്ടുന്ന പ്രശ്നമാണ്. അപ്പോൾ ഈ ഇത് മാത്രമല്ല, ഒരിപ്പോൾ നല്ല സമ്പത്തുണ്ടായിരുന്ന മകൻ പെട്ടെന്ന് മരിക്കുകയാണ്. മകൻ മരിച്ചു കഴിഞ്ഞാൽ ആ അയാളുടെ സ്വത്തിൻ്റെ 1/6 അയാൾ ഉപ്പാക്ക് കിട്ടും. ഇയാൾ അധ്വാനത്തിൻ്റെ വലിയൊരു ഓഹരി ഉപ്പാക്ക് കിട്ടി. ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ, ഗ്രാൻഡ് ഫാദർ മരിച്ചു കഴിഞ്ഞാൽ പേരക്കുട്ടികൾക്ക് സ്വത്ത് കിട്ടില്ല. അപ്പോൾ ഇത് വലിയ തോതിൽ ഒരു ഇന്നിക്വാലിറ്റി എന്നൊരു സംഗതിയുണ്ട്. പക്ഷേ ഷിയ മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഈ പ്രശ്നമില്ല. ഇപ്പോൾ സുന്നി മുസ്ലിങ്ങൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അപ്പം മുസ്ലിം എന്ന് പറയുന്ന ഈ വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനത്തിൽ ഓരോ പണ്ഡിതൻ തഫ്സീർ എഴുതുന്നവരെന്നാണ് ഞങ്ങൾ പറയാം. ഈ തഫ്സീറിൽ വരുന്ന വ്യാഖ്യാനത്തിൽ വന്ന പിശകാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ ഇത് പരിഹരിക്കാനുള്ള സാഹചര്യമില്ല. 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് വന്നതോടുകൂടിയാണ് ഇന്ത്യയിൽ ഈ സംഗതി വരുന്നത്. AD 629 തന്നെ കേരളത്തിൽ ഇസ്ലാം മതമുണ്ട്. ആദ്യത്തെ പള്ളി AD 629 ചേരമ്മൻ പെരുമാൾ പള്ളി കെട്ടിയത് 7-ാം നൂറ്റാണ്ടിൽ. അതിനുശേഷം 937 വരെ ഈ പിന്തുടർച്ചാവകാശം കേരളത്തിലുണ്ടായിരുന്നില്ല. മാത്രമല്ല 39 മാപ്പിള മരുമക്കത്തായം ആക്ട് ഉണ്ട്. ഈ മരുമക്കത്തായം ആക്ടിൻ്റെ ഒരു പ്രത്യേകത, അതൊരു മാട്രിലിനിയൽ സക്സഷനാണ്. അമ്മ വഴി വഴിയാണ് വരിക. എന്നെ മനസ്സിലാവുമല്ലോ. അത് മാത്രമല്ല, ഇത് കാരണവർ എന്നൊരു സ്ഥാനത്ത് പെണ്ണുങ്ങൾക്ക് പോലും അന്ന് അധികാരം ഉണ്ടായിരുന്നു. ഇത് ഈ AD 629 വന്ന ഇസ്ലാം കേരളത്തിലേക്ക് നേരിട്ട് വന്ന അവരിൽ നിന്ന് കിട്ടിയ ഒരു താവഴിയിൽ വന്ന 937 വരെയുള്ള മുസ്ലിങ്ങൾക്ക് ഇതൊരു പ്രശ്നമായിരുന്നില്ല. അവർ ഇതൊരു പ്രശ്നമായി എടുത്തിട്ടുമില്ല. പക്ഷേ 37 നിയമം വരാനൊരു സാഹചര്യം ഉണ്ടായിരുന്നത്, ശരിക്കും പറഞ്ഞാൽ ബംഗാളിലെയും UP-യിലൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു അവകാശം കിട്ടാത്തൊരു സാഹചര്യം വന്നു സ്വത്തിൽ. അവിടുത്തെ കസ്റ്റമറി ലോ, പ്രാദേശിക ലോ, വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സ്വത്ത് കൊടുക്കേണ്ടതായിരുന്നു. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം പണ്ഡിതന്മാരുടെയും സ്ത്രീകളുടെ അപേക്ഷ പ്രകാരമാണ് ശരീഅത്ത് പ്രകാരമുള്ള സ്വത്തെങ്കിലും ഇവർ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയൊരു സംഗതിയാണ് 37 നിയമം. ഈ 37 നിയമം പക്ഷേ 47 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്
47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്ന് മുസ്ലിങ്ങൾക്കെതിരെ ഒരു നടപടി എടുക്കേണ്ടത് അന്നത്തെ ഭരണാധികാരികൾ തീരുമാനിക്കാൻ. ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, വിഭജനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സങ്കീർണതകളുണ്ട്, അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം. ഇപ്പോൾ വഖഫ് ആക്റ്റൊക്കെ വരുന്നത് 52-ൽ മുസ്ലിം പള്ളികളും മറ്റൊക്കെ മറ്റുള്ളവർ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മൈനോറിറ്റീസിന് ആവശ്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഈ വഖഫ് ആക്ട് വന്നതുപോലെ തന്നെ ഈ നിയമത്തിലൊരു ഭേദഗതി വരുത്താൻ അന്നത്തെ ഗവൺമെൻറ് തയ്യാറായില്ല. ഇതിപ്പം വളർന്നപ്പോഴാണ് ഈ ഒരു ഭയങ്കരമായ, അന്നിപ്പം സ്ത്രീകൾക്ക് സ്വന്തമായ വരുമാനമില്ല, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പം മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന ആൾ വാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം, മുസ്ലിം ആണുങ്ങൾക്ക് ഇരട്ടി സ്വത്ത് കൊടുക്കുന്നു, പെണ്ണുങ്ങൾക്ക് പകുതി. അതിന് കാരണം പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ആണുങ്ങൾക്കാണ് സ്വത്ത്, കുടുംബത്തെ പോറ്റാനുള്ള ഉത്തരവാദിത്വം. നമുക്ക് ഒരു ലോജിക്കിൽ നമുക്ക് ഭയങ്കര ശരിയാണെന്ന് തോന്നും, കാരണം പെണ്ണുങ്ങൾ വളരെ ഫ്രീ ആണ്. പക്ഷെ അങ്ങനെയല്ല, ഇന്ത്യൻ സാഹചര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പം CRPC 125 നേരത്തെ ഉണ്ടായിരുന്നു CRPC, ഇപ്പോൾ അത് മാറി പുതിയ BNS പ്രകാരം വേറെ 144 ആണ്. CRPC 125 നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ സംഗതി ഇതാണ്. 125 പ്രകാരം അച്ഛനോ അമ്മക്കോ പ്രാപ്തി ഇല്ലെങ്കിൽ മക്കളവരെ സംരക്ഷിക്കണം. ആ മക്കളെന്ന് പറയുന്നതിൽ പെൺകുട്ടികളുണ്ട്, അവർക്ക് എക്സെപ്ഷൻ ഇല്ല. മുസ്ലിം പെൺകുട്ടിയായതുകൊണ്ട് അച്ഛനെ സംരക്ഷിക്കേണ്ടെന്ന് ഇന്ത്യൻ നിയമം പറയുന്നില്ല. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ മുതിർന്ന പൗരന്മാരെയും രക്ഷിതാക്കളെയും സംരക്ഷിക്കുന്ന നിയമമുണ്ട്. 2007 വന്ന നിയമമാണ് നമ്മുടെ രാജ്യത്ത്. ആ നിയമപ്രകാരം അച്ഛനെയും അമ്മയും മുതിർന്ന ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പെൺകുട്ടികൾക്കുണ്ട്, പേരക്കുട്ടികൾക്കുണ്ട്. മുസ്ലിം നിയമത്തിൽ ഈ പേരക്കുട്ടികൾക്ക് മുത്തശ്ശൻ്റെ സ്വത്ത് കിട്ടൂല. എന്നാൽ ഈ മുത്തശ്ശനെ സംരക്ഷിക്കാനുള്ള ബാധ്യത മകൻ മരിച്ചു പോയാൽ ആ മകൻ്റെ മക്കൾക്കുണ്ട്, വേറൊരു നിയമം വെച്ചിട്ട്. അപ്പം ഈ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന ഈ ശരീഅത്ത് വാദികളുടെ വാദം ദുർബലമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ. അപ്പോൾ ശരീഅത്ത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ശരീഅത്ത് ദൈവികമായ രീതിയിൽ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ നല്ലതായിരിക്കും. പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയിലെ പേരക്കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇന്ത്യ ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഉത്തരവാദിത്വം നൽകുമ്പോൾ അങ്ങനെ ഉത്തരവാദിത്വം ലഭിക്കുന്നവർക്ക് സ്വത്തിൽ പകുതിയെ കിട്ടാൻ പാടുള്ളൂ എന്നുള്ള വാദം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ആലോചന വന്നപ്പോൾ ഒരിടത്ത് എനിക്കിപ്പം 3 പെൺകുട്ടികൾ, എൻ്റെ ഇളയ മോൾക്ക് 16 വയസ്സായി, 11ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പം പക്ഷേ എൻ്റെ ഒരു സ്വത്തിൻ്റെ പ്രശ്നമായിട്ടല്ല ഇത് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ ഒരു ഡിഗ്നിറ്റി എന്നൊരു സംഗതിയുണ്ട്, സെൽഫ് എസ്റ്റീം എന്നൊരു സംഗതി. ആർട്ടിക്കിൾ 21 വളരെ സാറിന് വളരെ കൃത്യമായി പറയുന്നത് ഡിഗ്നിഫൈഡ് ലൈഫാണ്. ഇന്ത്യയിൽ ഒരു മനുഷ്യന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി കൊടുക്കുന്നത് ഡിഗ്നിഫൈഡ് അന്തസ്സാർന്ന ജീവിതമാണ്. ഡിഗ്നിഫൈഡ് ലൈഫാണ്, എക്സിസ്റ്റൻസ് അല്ല. ഈ ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് എനിക്കിപ്പം എൻ്റെ ബ്രദറിന് ആൺകുട്ടികളാണ്, തൊട്ട് താഴെയുള്ള ബ്രദർ മുനീറിന് എല്ലാം ആൺകുട്ടികളാണ്, എനിക്ക് പെൺകുട്ടികളാണ്. എൻ്റെ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വത്തിൻ്റെ 2/3 2 ഓഹരി എൻ്റെ മക്കൾക്ക് കിട്ടും. ബാക്കി ഓരോ ഓഹരി പോകുന്നത് എൻ്റെ ബ്രദേഴ്സിനാണ്. ബ്രദർ ഇല്ലെങ്കിൽ അവൻ്റെ മക്കൾക്കാണ്, അത് ആൺകുട്ടികളായതുകൊണ്ടാണ്. നേരെ മറിച്ച് അവൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കൊന്നും കിട്ടില്ല. കുറേ കൂടി പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങൾക്കല്ലേ കൂടുതൽ സ്വത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വലിയ ഇന്നീക്വാലിറ്റിയാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് അവരുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ക്രിസ്ത്യൻ കുട്ടികളുണ്ട്, ഹിന്ദു കുട്ടികളുണ്ട്, മതവിശ്വാസം ഇല്ലാത്ത കുട്ടികളുണ്ട്. അവർക്കൊക്കെ അവരെ അച്ഛൻ മരിച്ചാൽ അവരെ എല്ലാ സ്വത്തും അവർക്ക് കിട്ടും. എൻ്റെ മക്കൾക്കത് കിട്ടില്ല. എൻ്റെ മൂത്ത മോള് PG ലോയിൽ ലണ്ടനിൽ PG കഴിഞ്ഞാൽ രണ്ടാമത്തെ PG ചെയ്യാണ്. അപ്പം ഈ പ്രശ്നം വലിയ പ്രശ്നമാണ്. ഇപ്പം മറ്റേ കുട്ടി, അപ്പോൾ അവരെ ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വത്ത് കൂടുതൽ കിട്ടില്ല. അവരെ കൂടെ പഠിക്കുന്ന ജാനകിക്കും മേരിക്കും ഒക്കെ അവരെ അച്ഛൻ മരിച്ചാൽ മുഴുവൻ സ്വത്ത് കിട്ടും. ഓക്കെ, ഞാൻ ഇതിലെ ഈ ഒരു മുസ്ലിം അല്ലാത്ത ആളെന്നുള്ള നിലയ്ക്ക് എനിക്കിതിൽ കൗതുകം തോന്നിയത് ഈ പിന്തുടർച്ചാവകാശവും സംഗതിയൊക്കെ വന്നിട്ട് കോടതികൾ ഫോളോ ചെയ്യുന്ന ബുക്ക് മുല്ലാസ് മുഹമ്മദൻ ലോയാണ്. ദിൻഷാ മുള്ള, അദ്ദേഹം പാഴ്സിയാണ്, മുസ്ലിമല്ല. മുഹമ്മദൻ ലോ ശരീഅത്തിൽ നിന്ന് എടുത്തതാണെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മുഹമ്മദൻ ലോയിൽ ഈ ചട്ടമൊക്കെ ഇതാണ് ഫോളോ ചെയ്യുന്നത്. പാഴ്സി എഴുതിയ ഒരു നിയമം പവിത്രമാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ വാദിക്കുന്ന ഒരു കാഴ്ച അമുസ്ലിമായ എനിക്ക് കൗതുകകരമായ കാഴ്ചയാണ്. ഈ നിയമം എഴുതി ഉണ്ടാക്കിയ മുസ്ലിം അല്ല, വലിയ നിയമത്തിന് ഇത് കേട്ടോ. ബോംബെയിലെ ദിൻഷാ മുള്ള അദ്ദേഹത്തിന് ഹിന്ദു ക്രിസ്ത്യൻ നിയമങ്ങൾ അത് ഇത് കോൺസെപ്റ്റ് ഇതിൻ്റെയൊക്കെ എക്സ്പെർട്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പഠന വിഷയമാണ്, പഠിച്ചു, അത് ക്രോഡീകരിച്ചു,
അത് നിയമമാക്കി. അതാണ് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന തലക്കെട്ടും താടിയും വെച്ച് നടക്കുന്ന ആൾക്കാർക്ക് ABCD അറിയില്ല, ഒന്ന് കോഡിഫൈ ചെയ്യണ്ടേ. ഒരു സമൂഹത്തെയാണ് നിങ്ങൾ നിയമത്തിന് കീഴിൽ കൊണ്ടുവരുന്നത്. ആ സമൂഹത്തിൽ വിവിധ താല്പര്യങ്ങളുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, അപ്പൂപ്പൻ, ചിറ്റപ്പൻ, ഇവരൊക്കെ ഉണ്ട്. ഇത് കൂടാതെ പാരലൽ സെക്യുലർ നിയമങ്ങൾ വേറെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഷുക്കൂർ സാർ പറഞ്ഞില്ലേ ഈ ഒരു പ്രശ്നം, പെൺകുട്ടിക്ക് സ്വത്ത് കൊടുക്കില്ല, ബട്ട് ഈ മുതിർന്നവരെ സംരക്ഷിക്കാനായിട്ട് ആക്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്കും അതിന് ബാധ്യതയുണ്ട്. ഉണ്ട് തന്നെ. ഇപ്പം നിയമത്തിൻ്റെ ബാധ്യത അവർക്ക്, ആനുകൂല്യങ്ങളില്ല, നിയമത്തിൻ്റെ പരിരക്ഷ അവർക്ക് ഇല്ല. നിയമത്തിന് ഈ രണ്ട് സ്വഭാവം ഉണ്ടല്ലോ. ഒന്ന് നിയമത്തിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടും, വേറൊന്ന് നിയമത്തിൻ്റെ ബാധ്യതയും. റെസ്പോൺസിബിലിറ്റി. ആ ബാധ്യത നമ്മളേറ്റവും ഒരു പ്രധാനപ്പെട്ട അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണല്ലോ ഈ മുള്ള. മീൻസ് പാസിയായ ഒരാൾ, ഒരു നിയമവിദഗ്ധൻ, അദ്ദേഹം ക്രോഡീകരിച്ചൊരു സാധനത്തെയാണ് നമ്മൾ ഇപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യയിൽ ശരീരത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 1906 ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് വരുന്നത്. അപ്പോൾ ഈ 1906 മുതൽ 1937 വരെ പിന്തുടർന്ന് ഈ പല സ്ഥലങ്ങളിൽ ഇത് അദ്ദേഹത്തിന് പല ഇൻപുട്ട് പല സ്ഥലത്താണ്. പക്ഷെ വിശുദ്ധ ഖുർആനും ഇപ്പോൾ സോഴ്സ് ഓഫ് മുഹമ്മദല്ലോ കൃത്യമായിട്ട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പറയുന്നത് ഒന്ന് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് 1400 കൊല്ലം മുമ്പ് മുസ്ലിങ്ങളെ വിശ്വാസപ്രകാരം ദൈവം പ്രവാചകന് ഇറക്കിക്കൊടുത്തൊരു പുസ്തകമാണത്. അത് ഇറക്കിക്കൊടുത്ത പുസ്തകത്തിന് ആ കാലഘട്ടത്തിലെ ഭാഷ അതിനുണ്ട്, ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യം അതിന് സ്വാധീനിച്ചിട്ടുണ്ട്. അത് 2024 വന്ന് വ്യാഖ്യാനിക്കുന്ന സമയത്ത് ആധുനിക സമൂഹത്തോട് ചേർന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അതിന് അഡ്രസ്സ് ചെയ്യാൻ സമുദായം തയ്യാറായാൽ സാറ് പറയുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. മുള്ളയല്ല, ഞങ്ങൾ ഇതിന് വ്യാഖ്യാനിക്കും. ഇപ്പോൾ കോടതി ഈ നമ്മുടെ ഹൈക്കോടതി സാറിന് ഹൈക്കോടതിയിലൊക്കെ ജഡ്ജ്മെൻറ്റ് റെഫറൻസ്, ഇപ്പോൾ മുസ്താഖ് സാറിൻ്റെ കുല ജഡ്ജ്മെൻറ്റ് ഒരുപക്ഷെ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടാവുന്ന മാഗ്ന കാർട്ട എന്ന് പറയാവുന്ന ആധുനിക കോടതി വിധി കൊണ്ട് കിട്ടിയ ഷബാനു ബീങ് കേസിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ജഡ്ജ്മെൻറ്റ് മുസ്താഖ് സാറിനും മുഹമ്മദ് മുസ്താഖ് സാറിൻ്റെ ഡയസ്, അവർ രണ്ടുപേരിലും ഡിവിഷൻ ബെഞ്ചാണ്. പക്ഷേ മുസ്താഖ് സാർ ആ ജഡ്ജ്മെൻറ്റ് എഴുതിയത് അത് ഇപ്പോഴത്തെ സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നില്ല ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയത്. അവർ പറയുന്നുണ്ട് ഒരുപാട് ഹൈക്കോടതി വിധിച്ചെങ്കിലും ഇതിൻ്റെ പ്രിൻസിപ്പിൾ ശരിക്കും മനസ്സിലാക്കി ഇലോബറേറ്റ് ചെയ്ത് ലോ പോയിന്റ് കേരള ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് മുസ്താഖ് സാറിൻ്റെ ഈ വിധി ഇത് നമ്മളിപ്പം 1973 കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു. അതായത് എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സിന് സ്ത്രീകൾക്ക് അവകാശമില്ല. വളരെ അതിപ്പം ജസ്റ്റിസ് മൊയ്തുവോ മറ്റാന്ന് തോന്നുന്നത് പുറപ്പെടുവിക്കുന്നത്. അതായത് എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് വന്നു. ഈ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് പറയുന്നത് വിവാഹമോചനം, ദത്ത്, അനന്തരാവകാശം, ഇത്രയും കാര്യങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ബാധകമാകുക ശരീഅത്തായിരിക്കും. ശരീഅത്ത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. ആക്ച്വലി ആകെ 7 സെക്ഷനേ അതിലുള്ളൂ. സാർ കണ്ടിട്ടുണ്ടല്ലോ, ശരീഅത്ത് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് പറഞ്ഞോടുകൂടിയാണ് ഈ അനഫി വിഭാഗത്തിൽ മുസ്ലിം സ്ത്രീകൾ ഡൈവോഴ്സ് വലിയ പ്രശ്നമാണ്. ഈ ശരീഅത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് ഡൈവോഴ്സ് കിട്ടാതെ സാധ്യത വരുന്നത്. അപ്പം അതായത് ആ നിയമം വന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ ബ്രിട്ടീഷുകാർ 1937 ഡെസ്റ്റിറ്റ്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കി. കോടതിയിൽ പോയിട്ട് ഡൈവോഴ്സ് വാങ്ങാം മുസ്ലിം സ്ത്രീകൾക്ക്, ആണുങ്ങൾക്ക് തലാക്ക് പ്രൊനൗൺസ് ചെയ്യുക, എന്നാൽ കോടതിയിൽ പോലും ഈ നിയമം വന്നതിന് ശേഷം 73 വരെ പല സ്ഥലത്തും ഇത് കാതിലെടുത്ത് പോയിട്ട് സ്ത്രീകൾ ഫസ്ക് ചെയ്യുന്ന കുലാജ് പ്രകാരം ഡൈവോഴ്സ് വാങ്ങിയിരുന്നു. 77 കേരള ഹൈക്കോടതിയിൽ ആ കേസ് വന്നപ്പോൾ പറഞ്ഞ് ഡെസ്റ്റിറ്റ്യൂഷൻ മുസ്ലിം മാരേജ് ആക്ട് ഒരു ജുഡീഷ്യൽ ഓർഡർ പ്രകാരം മാത്രമേ ഡൈവോഴ്സ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. 73 ആ വിധിയാണ് മുസ്താഖ് സാർ 2019 പൊളിക്കുന്നത്. മുസ്താഖ് സാർ പറഞ്ഞു ആണുങ്ങൾക്ക് എന്ത് റൈറ്റാണോ തലാക്ക് പ്രകാരം കിട്ടുന്നത് അതേ അവകാശം സ്ത്രീകൾക്കുണ്ട്. ഇത് മുസ്താഖ് സാറ് ലോകത്തിലെ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലെയും ഡൈവോഴ്സ് ലോ ആ വലിയ ജഡ്ജ്മെൻറ്റാണത്. എനിക്ക് തോന്നുന്നത് 100-300 പേജിലെ ഒരു വലിയ ജഡ്ജ്മെൻറ്റാണ് അത്. ആ ജഡ്ജ്മെൻറ്റിൽ ഇത് വക്കീൽ സാറെ കേരളത്തിൽ 1985 ഷബാനു വന്നല്ലോ. ആ സമയത്ത് ഈ ഫസഖ് എന്ന് പറഞ്ഞ ആ പേരിലൊരു നാടകം ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിൻപുറത്ത് ആ നാടകം കളിച്ചിരുന്നു. എനിക്കെന്തോ കാരണവശാൽ അതിന് പോകാൻ പറ്റിയില്ല. അന്ന് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ എന്നെ വന്ന് കണ്ടിട്ട്, എടാ നിനക്ക് ഫ്രീ ടിക്കറ്റ് തരാം, ഞാനന്ന് ജോലി ചെറുപ്പക്കാരനാണ്, നിനക്ക് ഫ്രീ ടിക്കറ്റ് തരാം, നീ കണ്ടിരിക്കേണ്ടതാണ് ഇത്, തലാക്ക് മാത്രമല്ല ഇങ്ങനെ എന്ന് പറഞ്ഞ്
മുസ്ലിം സ്ത്രീകളെ ബോധവൽക്കരിക്കാനൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പിന്നെ എങ്ങനെയോ ഇത്തങ്ങോട്ടങ്ങ് അഡമൻ്റായി പുറകോട്ട് പോയി. അപ്പോൾ ഷുക്കൂർ നേരെ വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ നിയമങ്ങൾ, ഇപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോ എന്ന ഒന്ന് ഒരു സമഗ്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അങ്ങനെ കമ്മ്യൂണിറ്റി ധരിച്ചു വെച്ചൊരു സാധനം ഇന്ത്യയിലുള്ളപ്പോൾ വിവാഹത്തിന് ഒന്ന് അല്ലെങ്കിൽ അനന്തരാവകാശത്തിന് വേറൊന്ന് എന്ന രീതിയിൽ സ്വീകരിക്കാമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ വിവാഹം തലാക്ക്, ഈ വിവാഹം നിക്കാഹ് അനുസരിച്ച് മുസ്ലിം മുറപ്രകാരം നടത്തിയ ഒരാൾക്ക് പിന്നീട് അനന്തരാവകാശത്തിൻ്റെ ഒരു വിൽപത്രം പോലെ അതിനു വേണ്ടി അതിൻ്റെ ഒരു ലക്ഷ്യം, അതിൻ്റെ ഒരു പർപ്പസിന് വേണ്ടി മാത്രം സ്പെഷ്യൽ മാരേജ് ആക്ട് വിവാഹത്തിൽ ചൂസ് ചെയ്യാത്ത ആൾ. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു സംഗതിയല്ല. അപ്പം ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പുപ്പ, എൻ്റെ ഉമ്മുമ്മ ഒക്കെ ചേർന്നൊരു സംഗതിയാണ്. അപ്പം നമ്മളിപ്പോൾ എൻ്റെ കല്യാണം കഴിയുന്നത് എപ്പിക്കറിയാം 24 വയസ്സിലാണ്. 24ാമത്തെ വയസ്സെന്ന് പറയുന്നത് എനിക്കൊന്നും ഡിസൈഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ എൻ്റെ ഉപ്പ ഉള്ളൊരു പരമ്പരാഗതമായ മുസ്ലിം കുടുംബത്തിൽ പെടുന്ന ആൾ നിക്കാഹ് കഴിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എതിർക്കേണ്ട കാര്യമില്ല. നിക്കാഹ് എന്ന് പറയുന്നത് മുസ്ലിം വിശ്വാസപ്രകാരം ഹലാലാക്കുന്ന ഒരു രീതിയാണ്. അതിപ്പോൾ പ്രവാചകൻ്റെ കാലത്ത് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മിയർലി കോൺട്രാക്റ്റ്. ഒരാണും പെണ്ണും നമ്മൾ ഒന്നിച്ച് ജീവിക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ്. പ്രവാചകൻ ആ ഒരു ചര്യ തുടർന്നപ്പോൾ മുസ്ലിം വിശ്വാസികളെ തുടരുന്നേ ഉള്ളൂ. അത് നിഷേധിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ അതേ സ്ഥാനത്ത് ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ എൻ്റെ മക്കൾക്ക് അവരുടെ ഉപ്പ അല്ലെങ്കിൽ ഞാനോ എൻ്റെ വൈഫോ ഉണ്ടാക്കിയ നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാക്കുന്ന പണമാണ്. നമ്മളിപ്പം വക്കീൽ പണി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ പണിയാണ്. ഏത് സമയത്ത് ആൾ വിളിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ കയറുമ്പോൾ ഫോൺ കോൾ വന്നിട്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ മെനക്കേട് രാവും പകലും പണിയെടുത്തിട്ടുണ്ടാകും. സിനിമയായാലും രാവും പകലും. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന അധ്വാനത്തിൻ്റെ ഫലം നമ്മളെ മക്കൾക്ക് കിട്ടണം എന്നുള്ളത് അതൊരു സാധാരണമായ ആഗ്രഹമാണ്. അതൊരു അമിതമായ ആഗ്രഹമല്ല. ഇപ്പോൾ എൻ്റെ ബ്രദർ എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. അവരും അതിനെ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ ഉമ്മ 2013 ഉമ്മ മരിക്കുന്നുണ്ട്. 11 ഉമ്മ മരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ മരിക്കുമ്പോൾ ഞങ്ങൾ 5 മക്കളാണ്, 2 പെണ്ണും 3 ആണും. അപ്പം 2 വർഷം 3 വർഷം കഴിഞ്ഞ് സ്വത്തല്ലോ, ഉമ്മ കുറച്ച് മോശമില്ലാത്ത ആസ്തിയില്ല ഒരാളായിരുന്നു ഉമ്മ സ്വത്തല്ലോ ഓരോ വെക്കുമ്പോൾ സമയത്ത് ഉപ്പ 2 പെങ്ങന്മാരെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് സ്വർണം കൊടുത്തിട്ടുണ്ട്, ഭൂമി കൊടുത്തിട്ടുണ്ട്, ആവശ്യമായ മറ്റ് ആ നാട്ടിലെ മാമൂലനുസരിച്ച് എല്ലാ കാര്യവും. ഇപ്പം നമ്മളിപ്പം ആ സമയത്ത് ഈ സ്വത്ത് ഓരിയൊക്കെ സമയത്ത് ഉപ്പ ഞങ്ങളോട് പറഞ്ഞ് എല്ലാവരും തുല്യമായി എടുത്താൽ മതി. അത് ഉപ്പ ഒരു വിപ്ലവം ഉണ്ടാക്കി ഞങ്ങൾക്ക് അന്ന് തോന്നിയില്ല. ഇപ്പോഴും എൻ്റെ ഈ SMA പ്രകാരം കല്യാണം രജിസ്റ്റർ ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട ആരോപണം എനിക്ക് പെങ്ങന്മാർക്ക് പകുതി സ്വത്ത് കൊടുത്ത ആളാണ് ഇയാൾ. ഭാഗ്യത്തിന് അന്ന് ഈ ഉമ്മ മരിച്ച സമയത്ത് സ്വത്ത് ഓരി വെക്കുമ്പോൾ ഞങ്ങളിങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. ഉപ്പ പറഞ്ഞു എല്ലാവർക്കും തുല്യമായി കൊടുത്താൽ മതി, 5 ഓരി ആക്കുക, സ്വത്ത് നിങ്ങൾ ഈക്വലായിട്ട് എടുക്കുക. അങ്ങനെയാണ് തീരുമാനം എടുത്തത്. അങ്ങനെ എടുത്തതാണ്. ഉപ്പാക്ക് ഉമ്മാരുടെ സ്വത്തിൻ്റെ 4 ഓരി ഉപ്പാക്ക് കിട്ടും. ഉപ്പ സ്വത്ത് എടുത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഓരി വെച്ച് തന്നു. ഉപ്പാക്ക് വേറെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം ഇത് നമ്മളെ വീട്ടിൽ നടന്നൊരു വിപ്ലവത്തിന്റെ ബാക്കിയാണ് എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നത്. അല്ലാണ്ട് ഇപ്പൊ എൻ്റെ ഒരു ഉപ്പ നല്ല ഇസ്ലാം മത വിശ്വാസിയാണ്, 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, എപ്പിക്കറിയാം കണ്ട ആളാണ്. ഉപ്പാരെ പക്ഷെ എന്നിട്ട് ഉപ്പാരെ മനസ്സിലുള്ളത് ആധുനിക മനുഷ്യന് നീതിബോധവും യുക്തിബോധവുമാണ്. പെൺകുട്ടികൾക്ക് നേരത്തെ സ്വത്ത് കൊടുത്തിട്ട് പോലും ഉപ്പ പറയുന്നത് അത് വേണ്ട. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താ പറയുക ഷുക്കൂറെ, ഇത് ലോകം മുഴുവനുള്ള ഇസ്ലാമിൽ ഈ പറഞ്ഞ പരിമിതികൾ മിക്കവാറും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷിയാക്കൾക്കല്ലാതെ സുന്നി മുസ്ലിങ്ങൾക്ക് മുഴുവനും ഈ പരാധീനതയുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ വേറിട്ടൊരു വഴി ആലോചിക്കുന്നത്. ഇതിനെ മറികടക്കാൻ, ഈ ഒരു പരിമിതിയെ മറികടക്കാനുള്ള ഒരു മാർഗം ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒരു വലിയ ആക്റ്റായിട്ട് കാണുന്നത്, ഒരു വലിയ സോഷ്യൽ റിഫോർമേഷൻ. ഒരു കാര്യമുണ്ട് സാർ, ഷുക്കൂർ വക്കീൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുണ്ട്. അവരാരും ഇത് പുറത്ത് പറഞ്ഞിട്ടില്ല. അത് ധൈര്യക്കുറവ് കൊണ്ട് പഠിക്കാവും അല്ലേ, ഒരു പക്ഷേ പറയാൻ ഭയന്നിട്ടാണ്. റിട്ടയർഡ് ജഡ്ജിമാർ വരെ ഇത് ചെയ്തിട്ടുണ്ട്. അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അവർ ഭയന്നിട്ട് പുറത്ത് പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് അവരുടെ പേര് പറയുന്നത് ശരിയല്ല. വെറുതെ എന്തിനാ പ്രമുഖ ആളുടെ പേര് ഏതൊരു ന്യൂസ് ചാനൽ വന്നപ്പോൾ അദ്ദേഹം അവർക്ക് നടപടി എടുത്തു. ഞാൻ ശരീഅത്ത് വിരുദ്ധനാണ് നിങ്ങൾ പറയാൻ പാടില്ല. അല്ല, ഷുക്കൂറിനെ ഇപ്പോൾ ശരീഅത്ത് വിരുദ്ധൻ എന്ന് വിളിക്കുന്നത് ജീവിച്ചു പോകുന്നത്. ഇതിൻ്റെ നടുക്കെ സോഷ്യൽ പ്രഷർ വരുമ്പോൾ പലരും പല രീതിയിലാണ് എന്തിനാ വയ്യാവേലിക്ക് പോകുന്നത്, ആരും അറിയണ്ട,
നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നേരത്തെ തന്നെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ വക്കീൽ സാർ ചെയ്ത് അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ പേർക്ക് അത് പ്രചോദനമായി. കാരണം ഞാൻ ഈ ദുരിതം അറിയുന്നത് നമ്മളുടെ VP സുഹ്റ, അവർ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തും ചെയ്യാതെ ഇങ്ങനെ അങ്ങ് നീണ്ടു പോകുമല്ല. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഒരു 116 പേജുള്ളൊരു കൗണ്ടർ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ 116 പേജുള്ള ഇതിനകത്ത് മുഴുവൻ അറബിയും സംഗതിയൊക്കെയാണ്. അപ്പോൾ അവർ നമ്മളുടെ അലിമാഷ് ഉണ്ടല്ലോ, വടകര അബ്ദുൾ, അദ്ദേഹത്തോട് പറഞ്ഞു മാഷേ ഇതൊന്ന് ശരിയാക്കണം. വക്കീൽ പറഞ്ഞു ഇതിന് നിറച്ച അറബിയാണ് ഇവരുടെ കൗണ്ടറിൽ, എനിക്ക് അറബി അറിയില്ല, നിങ്ങളാരെങ്കിലും ഈ അറബി ഇംഗ്ലീഷിലേക്ക് വല്ലതും ആക്കി തരണം. അപ്പോൾ അലിഭാഷ എന്നെ വിളിച്ചു, ഒന്ന് എൻ്റെ കൂടെ ഇരിക്കണം. ഈ മൾട്ടിപ്പിൾ ലാംഗ്വേജ് ആണല്ലോ, അലിഭാഷിന് ഭാഷ അറിഞ്ഞൂടായിട്ടല്ല, ബട്ട് ഒരു കൺഫർമേഷൻ ഇങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ VP സുഹ്റയുടെ അറിയുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരിവിടെ വരുമ്പോൾ എൻ്റെ വീടിനടുത്താണ് അവരൊരു റിലേറ്റീവിൻ്റെ വീടുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ കേസിന് വരുമ്പോൾ വൈകുന്നേരം ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യും. ഇങ്ങനെ എനിക്ക് ചെറിയൊരു പരിചയവും, പിന്നെ എല്ലാ അവധിക്കൊന്നും വരേണ്ട കാര്യമില്ല, ഹൈക്കോടതി വക്കീലാണല്ലോ പറയുന്നത്. അങ്ങനെ പക്ഷേ അപ്പോഴാണ് അലിഭാഷാണ് എനിക്കിത് പറഞ്ഞു തരുന്നത്, ഇങ്ങനെ വലിയ ദുരിതത്തിലാണ് ഈ മനുഷ്യരെല്ലാം. അപ്പോൾ ഞാൻ വക്കീലല്ല, ഞാൻ വയസ്സുകാലത്ത് ലോ ഡിഗ്രി എടുത്ത, ഞാൻ വക്കീലാകാനായിട്ട് പോയപ്പോഴാണ് മുല്ലാസ് മുഹമ്മദ് അല്ല, അപ്പോഴാണ് ഞാൻ ശരീഅത്ത് എവിടെ, ശരീഅത്തനുസരിച്ചാണ് ഞങ്ങൾ, ശരീഅത്തിൽ തൊടാൻ പാടില്ല, പക്ഷേ ചെയ്യുന്നതെല്ലാം ലംഘിച്ചു എന്ന് പറയുന്ന ശരീഅത്തും അതാണ് ഈ മുള്ളയുടെ ശരീഅത്ത്. ഇത് ഒരു ഡിബേറ്റ് ഈ കല്യാണം രണ്ടാമത്തേത് കഴിഞ്ഞപ്പോൾ ഒരു NDTVയിലെ മറ്റൊരു ഡിബേറ്റിൽ ഫൈസാൻ മുസ്തഫ എന്ന് പറഞ്ഞ മുസ്ലിം സ്കോളർ ഉണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതാ, ഇത് ഇവിടെ ഡൽഹിയിൽ ഇതൊരു വിഷയമൊന്നുമല്ല, സുന്നികളായ അപ്പം തന്നെ ഷിയാക്കളാവും. ശരി, അങ്ങനെയാണെങ്കിൽ ഷിയ ആവുക, വളരെ പെട്ടെന്ന് സുന്നി ഷിയ ആവുക. കാരണം അത് അവർ കണ്ടെത്തുന്ന ഒരു സേഫ്റ്റി വാൽവാണത്. അപ്പോൾ ഇത് അതാണ് ചിലയിടത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്ക്. ഈ ലിംഗനീതിക്ക് നിരക്കാത്ത ഈ ശരീഅത്ത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു രാജ്യങ്ങളിൽ ഇതുപോലുള്ള മെക്കാനിസം പ്രയോഗിക്കുന്നുണ്ടോ? വേറെ എവിടെയെങ്കിലും അല്ല? അത് ഒരു പരിധിവരെ മറ്റു രാജ്യങ്ങളിലൊന്നും ഇത് അത്ര സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല അല്ലേ? വേറെ പ്രശ്നം, ഇതിലൊരു അപകടം എന്ന് പറയുന്നത് ഇപ്പം രണ്ട് പ്രശ്നമുണ്ട്. ഇപ്പം ഇതിപ്പോൾ വിവാഹബന്ധം നിലനിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് പറ്റൂ. ഭർത്താവ് മരിച്ച ആൾക്ക് പറ്റില്ല, ഭാര്യ മരിച്ച ആൾക്ക് പറ്റില്ല, ഒറ്റ മോളോ ഇപ്പം കുട്ടികളുടെ. അല്ല, പിന്നെ രജിസ്റ്റർ ചെയ്യാൻ വകുപ്പില്ല. രണ്ടാമത്തത് ഡൈവോഴ്സ് ആയവർക്ക് പറ്റില്ല. അപ്പോൾ ഇതിന് ആത്യന്തികമായ പരിഹാരം സെൻട്രൽ ലെജിസ്ലേഷനാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ കർശനമായ നിലപാടാണ്. അപ്പോൾ ആ ലെജിസ്ലേഷൻ സത്യത്തിൽ ഒരു യൂണിഫോം സിവിൽ കോഡിൻ്റെ തലത്തിലേക്ക് വരില്ലേ എന്ന് നമ്മൾ കാണേണ്ടിയില്ല. രണ്ട് പ്രശ്നം. ഒന്ന്, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മോഹൻദാസ് സാർ ഉണ്ടല്ലോ, BJP ഉയർത്തുന്ന ഈ കോമൺ സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഇപ്പം പ്രധാനമന്ത്രി ആ പ്രസംഗത്തിൽ അദ്ദേഹം കഴിഞ്ഞ ജൂൺ 27 മറ്റോ മധ്യപ്രദേശിൽ നടത്തിയ പ്രസംഗത്തിലാണ് ആദ്യമായിട്ട് അതിൽ അദ്ദേഹം ഊന്നൽ നൽകുന്നത് മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. വാസ്തവത്തിൽ ഇപ്പോൾ മുസ്ലിം സ്ത്രീകളെ ശരീഅത്ത് ഇന്ത്യയിൽ നിലവിൽ ഒന്നാമത്തെ പ്രശ്നം, ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് 1937 പറയുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ശരീഅത്തല്ല ഇപ്പം ബാധകം അല്ല. വയസ്സിൻ്റെ കാര്യം, പ്യൂബർട്ടി അറ്റൈൻ ചെയ്യാനാണ് ശരിയ. ഇവിടെ 18 വയസ്സ് 21 വയസ്സ് ആവണം, ശരീഅത്ത് അതിൽ പോയി. നിക്കാഹ് എന്ന ഫോം ഉണ്ടെന്നേ ഉള്ളൂ, നിക്കാഹ് എന്ന ഫോം ഉണ്ട്. ഈ പറഞ്ഞ യൂണിഫോം സിവിൽ കോഡ് എന്നൊക്കെ പറയുന്നതിൽ ആത്മാർത്ഥതയില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും. അതിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് ഞാൻ കണ്ടത് യൂണിഫോം സിവിൽ കോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാം, ലോ കമ്മീഷൻ. ഏതാ ഈ യൂണിഫോം സിവിൽ കോഡ്? അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് തന്നിട്ട് വേണ്ടേ എന്നോട് അഭിപ്രായം ചോദിക്കാൻ. ഇപ്പോൾ പലരും ധരിച്ചിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റി, അത് പറഞ്ഞ് ഹിന്ദുക്കൾ എന്നെ തല്ലാൻ വരുന്നത്. താൻ ഇതിൻ്റെ പിന്നാലെ പൊക്കോ, ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറും കേട്ടോ, അല്ലെങ്കിൽ തന്നെ അവർ ശബരിമലയിൽ കയറ്റണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി. ഞാൻ പറഞ്ഞു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഒന്നും നമ്മളെ ഹമീദ് ചെന്നെങ്കിലും ഒരു സാറ് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു ഈ ടെർമിനോളജി തെറ്റിപ്പോയി.
കുടുംബ നിയമം. ഏകീകൃത കുടുംബ നിയമം അത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ പറയുന്നില്ല. അത് ഇത്രയും സാർ തലവേദന അല്ല ഞാൻ ഉണ്ടാവില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ സാർ ഈ 37 ആക്ട് പ്രകാരമാണ് ശരീഅത്ത് വരുന്നത്. ഇപ്പം നമുക്ക് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ, വിവാഹമോചനം. വിവാഹമോചനത്തിൽ ഇപ്പോൾ ശരീഅത്ത് തലാഖിന് പുറമെ ഈ പണ്ഡിതന്മാരെ മുഴുവൻ എതിർക്കുന്ന കുലയും കേരള ഹൈക്കോടതി കൊണ്ടുവന്നു. അതെ അതെ. അപ്പം അത് മുസ്ലിം വിശ്വാസി പണ്ഡിതന്മാർ വിചാരിക്കുന്ന ശരീഅത്തിൽ പോയി. അതെ അതെ അതെ. പിന്നെയുള്ളത് മെയിൻ്റനൻസ്. സുപ്രീം കോടതി ആദ്യ ഫസ്ലുംബി കേസിൽ ജസ്റ്റിസ് കൃഷ്ണയ്യരാണ് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ചെലവിന് കൊടുക്കണം ആദ്യം പറയുന്നത്. 80-ൽ 85-ൽ 5-അംഗ ബെഞ്ചിലേക്ക് അത് വന്നു. അപ്പോഴാണ് മുഹമ്മദ് അഹമ്മദ് കേസിൽ വളരെ വിശദമായിട്ട് സുപ്രീം കോടതി പറയുന്നത് ഷാബാനു കേസ് എന്ന് നമ്മൾ പറയും. മുഹമ്മദ് അഹമ്മദ് അതിനുശേഷം 2010-ലും 2014-ലും സുപ്രീം കോടതി ആവർത്തിക്കുന്നുണ്ട്. അതായത് 86-ലെ ആക്ട് വന്ന് 86-ലെ ആക്ടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2001-ൽ വീണ്ടും ഭരണഘടനാ ബെഞ്ച് ഡാനിയൽ ലത്തീഫി കേസിൽ ആ കേസിൽ പറയുന്നത് ഇത് ഭരണഘടനാ പരാണ്, 86-ലെ നിയമം പറ്റൂന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമുണ്ട് സുപ്രീം കോടതിയുടെ. മറ്റ് സ്ത്രീകൾക്കുള്ള അവകാശം മുസ്ലിം സ്ത്രീകൾക്ക് നിഷേധിക്കാൻ പാടില്ല. അത് വളരെ ആ ബേസ് ചെയ്തിട്ടാണ് 2010-ലെ കേസിൽ ഷബ്ന ബാനു കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. 2014-ലും പറഞ്ഞു. 2024 എത്തുമ്പോഴത്തേക്ക് പുതിയ ഇപ്പം മുഹമ്മദ് അബ്ദുസ്സമദ് എന്ന് പറയുന്ന ഒരാൾ തെലങ്കാനയിൽ വന്ന കേസാണ്. ആ വൈഫിൻ്റെ പേര് പറയില്ല. അതിൽ 2012-ലാണ് അയാൾ വരെ കല്യാണം കഴിയുന്നത്. 2016 തെറ്റി. 2017 അവർ ഒരു 498 406 അവർ സ്വത്തൊക്കെ അപഹരിച്ച ഒരു FIR വന്നു. 2017 ഇയാൾ തലാക്ക് ചൊല്ലി. തലാക്ക് 25/6 ഒരു ഡേറ്റാണ് ചെല്ലുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ട് അത് കാതി അപ്രൂവ് ചെയ്ത് കൊടുത്തു. 2013 ആ സ്ത്രീ എന്ത് ചെയ്താൽ ചെലവിന് കേസ് കൊടുത്തു ഫാമിലി കോർട്ടിൽ. ഇൻട്രീം 125 ക്ലോസ് 1 പ്രകാരം ഫാമിലി കോർട്ടിൽ ചെലവിന് കൊടുത്താൽ അപ്പം തന്നെ ചെലവിന് കൊടുക്കാൻ ഡയറക്ഷൻ കൊടുക്കും. ജഡ്ജിന് അധികാരമുണ്ട്. അങ്ങനെയാണ് 20,000 രൂപ അവർക്ക് വിധിക്കുന്നത്. പെർ മന്ത് 20,000 രൂപ ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതിനെതിരെ അയാൾ തെലങ്കാന ഹൈക്കോർട്ട് പോയി. തെലങ്കാന ഹൈക്കോർട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 10,000 ചുരുക്കി. ഈ 10,000 ചുരുക്കിയിട്ട് ഇയാൾ സുപ്രീം കോടതി പോയി പറഞ്ഞു. അയാളുടെ വാദം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സാറിപ്പം പറഞ്ഞ പോലെ ഡാനിയൽ ലത്തീഫി കേസിൽ സുപ്രീം കോടതി പറയുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് രണ്ടിലും അവകാശം ഉണ്ടെന്ന നിലയിലാണ് സുപ്രീം കോടതി എടുക്കുന്നത്. മറ്റ് സ്ത്രീകൾക്കുള്ള അവകാശം മുസ്ലിം സ്ത്രീകൾ നിഷേധിക്കാൻ കഴിയില്ല. 2010-ലും 2014-ലും സുപ്രീം കോടതി 2 കേസിൽ ഇതേ വാദം ഉന്നയിച്ചു. അതായത് സുപ്രീം കോടതി വ്യക്തമാണ്. എന്നിട്ടും ഈ മുഹമ്മദ് അബ്ദുസ്സമദ് എന്ന് പറയുന്ന ആൾ സുപ്രീം കോടതിയിൽ പോകുന്നതിന് ധൈര്യം അയാൾക്ക് 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്റ്റാണ്. അയാൾ പറയുന്നത് ശരീഅത്ത് അപ്ലിക്കേഷൻ പ്രകാരം തലാക്ക് ചെല്ലിയ സ്ത്രീക്ക് 3 മാസം ചെലവിന് കൊടുത്താൽ മതി. ഇയാൾ 15,000 രൂപ അവർക്ക് അയച്ചു കൊടുത്തു. നമ്മൾ ആലോചിക്കണം, 2012 മുതൽ 16 വരെ 4 കൊല്ലം അയാൾ കൂടെ താമസിച്ച സ്ത്രീക്ക് അയാൾ കൊടുക്കുന്നത് 15,000 രൂപയാണ്. അയാളെ കണക്കതാണ്. ഇത് സുപ്രീം കോടതി എത്തിയപ്പോൾ സുപ്രീം കോടതി ആ സ്ത്രീയുടെ വാദം പോലും കേട്ടില്ല. അവർ വരണ്ടേണ്ടി വന്നില്ല. സുപ്രീം കോടതി അമിക്കസ് ക്യൂറിനെ വെച്ചു. അമിക്കസ് ക്യൂറി വിശദമായി 96 പേജിലെ ജഡ്ജിമെൻ്റ്. ഈ ജഡ്ജിമെൻറ്റ് ഈ വിധിന്യായം വിശദമായിട്ട് പറയുന്നത് ശരീഅത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു ആധുനിക സമൂഹത്തിൽ ചേർന്ന നിയമം എന്ന് പറയുന്നത് ഡൈവോഴ്സ് വൈഫ് എന്ന് പറയുന്നത് എന്താ, വൈഫിന് ചിലവിന് കിട്ടാനുള്ള അർഹത എങ്ങനെയാണോ CRPC പറഞ്ഞത് അവർക്ക് അറിയുന്നുണ്ട്. ഇപ്പോൾ സ്വന്തം വരുമാനം കൊടുക്കണ്ട, സ്വന്തം ഇഷ്ടപ്രകാരം ഭർത്താവിന് വിട്ടുപോയ സ്ത്രീക്ക് കൊടുക്കണ്ട, ലിവിങ്ങിന് അഡൾട്ടറി ആണെന്ന് കൊടുക്കണ്ട. ഈ 3 ഗ്രൗണ്ട് എക്സംഷൻ ഉണ്ട്. സ്വന്തം വരുമാനമുള്ള ആ സ്ത്രീക്ക് കൊടുക്കണം. അപ്പം 86-ലെ ആക്ടിൽ 15,000 രൂപ കൊടുത്തിട്ട് ഒരു ഭാര്യനെ ഒഴിവാക്കുന്നവർക്കാണ് 10,000 രൂപ എല്ലാ മാസവും കൊടുക്കുക സുപ്രീം കോടതി പറഞ്ഞത്. അതിനെതിരെ നമ്മൾ ആലോചിക്കേണ്ട 86-ൽ ഞാനും APL അന്ന് ലീഗുകാരാണ്. ഞാനൊക്കെ 9ാം ക്ലാസ് പഠിക്കുന്നത്. ഞാൻ ജാഥക്ക് പോയിട്ടുണ്ട്. ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ധീര പോരാളിയായിരുന്നു ഞാൻ, സംരക്ഷകനായിരുന്നു. മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം 1, 2, 8 കെട്ടി EMSന്റെ മോളിയും കിട്ടുമെന്നാണ്. അത് EMS ആയിരുന്നു അതിന് ഏറ്റവും ശക്തമായി എതിർത്ത ആള്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് മാത്രമല്ല, അതിൻ്റെ വേറൊരു കാലത്തിൻ്റെ ഒരു കറുത്ത ഫലിതം, അന്ന് ഈ ഷബാനു കേസിന് അനുകൂലമായിട്ട് CPM കോഴിക്കോട് നടത്തിയ യോഗത്തിൽ മുഖ്യാതിഥി അന്ന് കാലം എങ്ങനെ തിരിഞ്ഞു കളിക്കും. ശരിക്കും പറഞ്ഞാൽ രാജീവ് ഗാന്ധി അന്ന് ഞങ്ങളൊക്കെ സമരം നടത്തി. ഞാൻ സമരം നടത്തിയിട്ട് ഇത് ബില്ല് വന്നല്ലോ, അശോക് സെൻ ബില്ല് അവതരിപ്പിച്ച് നമുക്ക് വലിയ സന്തോഷമായിരുന്നു. ശരീഅത്ത് സംരക്ഷിക്കാൻ പറ്റിയ നമ്മളെ ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഒരു പുതിയ ഐറണി ഞാൻ പറയട്ടെ ഷുക്കൂറെ, അതായത് അന്ന് അന്തിമമായി ഷാബാനു ബീഗം കേസിന് ശേഷം ശരീഅത്ത് വലിയ വിവാദം, കോലാഹലം. പക്ഷെ അന്ന് EMS അതിനെ പ്രതിരോധിച്ചത് അനിവാര്യമായും ഇന്ത്യക്ക് ഒരു യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ EMSന്റെ പാർട്ടിക്ക് ഇപ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നത്? ഒന്ന്, മൈനോറിറ്റീസിനെതിരെയുള്ള ഒരു അരക്ഷിത ബോധം ഇന്ത്യയിൽ ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം
നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്കില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലെ പശുവിൻ്റെ പേരിൽ ആളെ കൊല്ലുന്നതും ആക്രമിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ യു പിയിലെ വലിയ ഷിഫ്റ്റ് മുസ്ലിങ്ങളും ദളിതെല്ലാം കൂടിയിട്ട് BJPക്ക് വിരുദ്ധ നിലപാടെടുത്തപ്പോഴാണ് UP മാറിയത്. അപ്പോൾ ആ ഒരു BJP കഴിഞ്ഞ 2 ടേമിൽ നടത്തിയ ഇപ്പം കേരളത്തിൽ ഇപ്പോൾ 84-85 പേര് മന്ത്രിസഭയിലുണ്ട്. 18-20 കോടി മുസ്ലിങ്ങൾ, ഒരാൾ പോലും മന്ത്രിസഭയിലില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇപ്പം BJPക്ക് ഡിസൈഡ് ചെയ്യുക മന്ത്രിസഭയിൽ ആര് വേണമെന്ന്. പക്ഷേ മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി വാഷ് ഔട്ട് ചെയ്യുന്നൊരു ഭരണകൂടം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഭരണഘടനാപരമായ അവകാശമാണ്. ആ അവകാശത്തിൽ ഈ 2 ഘട്ടത്തിലുള്ള അവകാശം വരുമോ, സ്വത്തിൽ തുല്യാവകാശം കൊടുക്കാതിരിക്കേണ്ടോ എന്നില്ല മാത്രമേ ഡിസ്കഷൻ ബാക്കിയുള്ളൂ. ബാക്കി ഒരു അവകാശം ഇപ്പം മുസ്ലിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, മാരേജിന്റെ കാര്യത്തിൽ അവകാശം പോയി. പിന്നെ ദത്ത്, വളരെ പ്രധാനപ്പെട്ട സംഗതി. ദത്ത് ഇസ്ലാമിൽ സംഭവിക്കുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ ചെയ്യുന്നത്, മുസ്ലിങ്ങളിലെ ഓസിഫറസ് ആയിട്ടുള്ള ഗ്രൂപ്പ് അവരുടെ ഡിമാൻഡ്സ് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ താഴെയുള്ളവരെ കൺട്രോൾ ചെയ്യുന്നു എന്നൊരു ബോധം പൊതുവെ രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുന്നുണ്ട്. അത് കുറേ അധികം സത്യവുമാണ്. ഒറ്റ കാര്യം ഞാൻ ഇതും കൂടെ പറയാൻ, ഈ ദത്ത് ഉണ്ടല്ലോ, ഇപ്പം ഇസ്ലാമിൽ ദത്തില്ല. അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ AP നന്നായിട്ട് അറിയാം, നമ്മളതിനത് ഡിസ്കസ് ചെയ്യുന്നു. പക്ഷേ ഇന്ത്യയിലെ നമുക്കറിയുന്ന, സാറിന് ഒരു AP അറിയാം, എത്രയോ മുസ്ലിം ദമ്പതികൾ കുട്ടികളെ ദത്തെടുക്കുന്നുണ്ട്. അവരെ അനന്തരാവകാശികളാക്കുന്നുണ്ട്, സ്വത്ത് കൊടുക്കുക. എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. എൻ്റെ കസിൻ സിസ്റ്റർ കുട്ടികളില്ലാത്തതുകൊണ്ട് ദത്തെടുത്തിട്ട് അവരെ വിവാഹം വളരെ ഗംഭീരമായി, പണമില്ല, സാമ്പത്തിക ഗംഭീരമായി ഞങ്ങളൊക്കെ പങ്കെടുത്തതാണ്. പക്ഷേ ഈ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് നമ്മുടെ രാജ്യത്ത് വന്ന് അത് പ്രകാരമാണ് ഇപ്പോൾ ദത്ത് കൊടുക്കുന്നത്. 2014 ഷബ്നം ആഷ്മി എന്ന് പറയുന്ന സഫ്തർ ആഷ്മിയുടെ സിസ്റ്റർ വലിയ സോഷ്യൽ മൂവ്മെൻറ്റിലെ ആളാണ്. ഗുജറാത്ത് കലാപത്തിൽ, പിന്നെ മുസ്ലിം വിരുദ്ധ കലാപമാണ്, ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട ഒരു രക്ഷിതാക്കളുടെ മക്കളെ ഷബ്നം ആഷ്മി ദത്തെടുക്കാൻ പോയി. മുസ്ലിം ആയതുകൊണ്ട് പറ്റൂല, അവർക്ക് വേറെ മക്കളില്ല. അങ്ങനെ സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്ത് 2014 സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ പേഴ്സണൽ ലോ അനുവദിക്കുന്നില്ലെങ്കിലും JJ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് മുസ്ലിങ്ങൾക്കും ബാധകമാണ്. അതിനും ശരിയത്തില്ല. അപ്പോൾ 37 ആക്ടിൽ അഡോപ്ഷൻ പോയി, മെയിൻ്റനൻസ് പോയി, ഡൈവോഴ്സ് പോയി, മാരേജ് പോയി, ബാക്കി ആകെ 2 സംഗതിയാണ്. ഒന്ന് 2 കെട്ടാനുള്ള അവകാശം. AP പറഞ്ഞ മാതിരി 2 കെട്ടുന്ന, ഇപ്പോൾ സാറിൻ്റെ തലമുറയിൽ നമ്മുടെ മുമ്പിൽ എൻ്റെ ഉപ്പാരുപ്പ, എൻ്റെ ഗ്രാൻഡ് ഫാദർ 4 കല്യാണം കഴിച്ചിന്, 17 മക്കളുണ്ടായിരുന്നു. എൻ്റെ ഉപ്പാരുപ്പ, അവർക്ക് ഇഷ്ടം പോലെ ഭൂമി ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു. ഇന്നത് പോസിബിൾ അല്ല. ഇതിപ്പോൾ എൻ്റെ ഉപ്പാക്ക്, എൻ്റെ ഉമ്മ മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞ അടുത്ത കല്യാണം കഴിച്ചിട്ട് ഉപ്പാക്ക് ഒരു കമ്പാനിയും വേണം. അല്ല സാർ, ഇത് പോസിബിൾ അല്ലെങ്കിലും ഇതിൽ സംഭവിക്കുന്നത് മറ്റ് സമുദായങ്ങൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അപഹസിക്കുന്ന സമുദായം. ഞാൻ നോക്കിക്കാണുന്നത്, എനിക്ക് 4 പെണ്ണ് കെട്ടാൻ സ്വാതന്ത്ര്യമുണ്ട്. വക്കീൽ സാറിന് അതുകൊണ്ട് വക്കീൽ സാർ കഴിച്ചിട്ടില്ല, ഒന്നേ കഴിച്ചിട്ടുള്ളൂ. ഒന്ന് തന്നെ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി രണ്ടാമതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ യു ഹാവ് എ പെർമിഷൻ വിച്ച് ഐ ഡോണ്ട് ഹാവ്. ആ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അതുണ്ട്. ശരിക്കും BJP പോലെ ഇപ്പോൾ സ്റ്റേറ്റ് ഇന്ത്യ ഭരിക്കുന്ന, ഇപ്പോൾ പുതിയ BNS വന്നിട്ടുള്ള ഭാരതീയ ന്യായസി, ആ നിയമത്തിൽ 82 ആണ് വകുപ്പ്. നേരത്തെ അത് 494 ആയിരുന്നു. അതിനെ കോപ്പി ചെയ്യാണ്. അതിന് പറയാണ് മുസ്ലിങ്ങൾക്ക് എക്സംഷൻ ഉണ്ട്, പേഴ്സണൽ ലോ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ 2ാം കല്യാണം പറ്റും. അത് BJPക്ക് ഈസിയായി എടുത്തു കളയാൻ പറ്റുന്ന സംഗതി. ഒരു കോമൺ സിവിൽ കോഡിൻ്റെ ആവശ്യമില്ല, ആ പ്രൊഫഷൻ മാറ്റിയാൽ മതി. ഞാൻ അതുകൊണ്ടല്ലേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇതിൽ ആത്മാർത്ഥയില്ല എന്ന് പറയാൻ കാര്യം, ആ ലോ കമ്മീഷൻ്റെ ഓഫർ വന്നപ്പോഴാണ്. ദർ ഈസ് നോ ഡ്രാഫ്റ്റ്. ഇന്ന് വരെ വക്കീൽ സാർ ഒരു UCCയുടെ ഡ്രാഫ്റ്റ് ഒഫീഷ്യലി അത് ലോ കമ്മീഷന് തയ്യാറാക്കാം, അല്ലെങ്കിൽ കേന്ദ്ര നിയമവകുപ്പിന് തയ്യാറാക്കാം. കേരളത്തിൽ എല്ലാ സ്ത്രീകളെയും സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. ഈ യൂണിഫോം സിവിൽ കോഡ് സ്റ്റേറ്റുകൾക്കും കൊണ്ടുവരാം. കേരളത്തിൽ ശരി, ഇപ്പോൾ ഈ ഷുക്കൂർ വക്കീലൊക്കെ റേസ് ചെയ്ത ഇഷ്യൂ അത് ഗൗരവമായിട്ട് എടുത്തിട്ട് ഞങ്ങളിതാ ഈ ലെജിസ്ലേഷൻ പ്രപ്പോസ് ചെയ്യുന്നു, നിങ്ങളുടെ അഭിപ്രായം കേൾക്കട്ടെ എന്ന് പൊതുജനങ്ങളോട് പറയുക. അത് ചെയ്യില്ല, വെറുതെ ബഹളം വയ്ക്കുക. ഈ പറഞ്ഞ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള നേതാക്കൾ അതൊരു മുസ്ലിം നേതാക്കളാണ്. NSSൻ്റെ നേതാവ് ഇങ്ങനെയാണ്, SNDP നേതാവ്. ഈ നേതാവിനെ ഹാപ്പി ആക്കി കഴിഞ്ഞാൽ ആ സമുദായം അടങ്ങി പോകുന്ന. സാറിൽ ഒരു പ്രശ്നം ഞാൻ പറയാം. സാറിപ്പം നേരത്തെ പറഞ്ഞില്ലേ VP സൂറാനെ കണ്ടിരുന്നു. ആ കേസ് സുപ്രീം കോടതിയിലെത്തപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ ആണുങ്ങളെ മാത്രം വിളിച്ചു. അതിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അവരെൻ്റെ മുഖ്യമന്ത്രിനെയും P രാജയും ലോ മിനിസ്റ്റർ പോയി കണ്ടു. എന്നിട്ട് ഗവൺമെൻറ് അതിന് ഒരു അഭിപ്രായം ഇല്ലാന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. രണ്ടാമത്തെ വക്കീല് ഞാൻ അതിനകത്ത് പിന്നെ അതിൻ്റെ പുറകെ പോയല്ലോ. 8 വർഷം ആ ശ്രീമതി VP സൂറയെ നടത്തിച്ച് നാശമാക്കിയിട്ട് ഫൈനലി ജസ്റ്റിസ് അശോക് ഭൂഷണാണ് ആ ജഡ്ജ്മെൻ്റ് എഴുതിയത്.
ഹൈക്കോടതിക്ക് ഒന്നും ഈ ചെയ്യാൻ പേഴ്സണൽ പറ്റില്ല. ലോയിൽ ഇടപെടാൻ പറ്റില്ല. അത്രയും കാലം നടത്തിയിട്ടില്ല. അതിന് സുപ്രീം കോടതിയിലെ കുറേ ജഡ്ജ്മെന്റ് കിട്ടുമല്ലോ. വക്കീൽ സാറിന് അറിയാലോ, എന്ത് കാര്യത്തിനും സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് നമുക്ക് കിട്ടും, അനുകൂലമായും പ്രതികൂലമായും. അങ്ങനെ എന്നാ പിന്നെ ആ പാവത്തിന് എന്തിനാണ് ഈ 8 കൊല്ലം വെയിറ്റ് ചെയ്യിച്ചത്? ഡേ വൺ വി വിൽ നോട്ട് ഇന്റർഫിയർ ഇൻ ദിസ് ഈസ് പേഴ്സണൽ ലോ. ഡേ വൺ യു ക്യാൻ സേ. 8 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്നിട്ട് സുപ്രീം കോടതിയിൽ പോയി. എന്നാണ് അവർക്ക് ന്യായം കിട്ടുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഈ SMA കല്യാണം കഴിച്ചാൽ പോലും ഈ തുല്യ അവകാശം കിട്ടൂല എന്നൊരു വലിയൊരു വാദം ഉണ്ടായിരുന്നു. സാറ് വലിയ വക്കീലന്മാർ ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് നമുക്ക് ബാധകമാവേണ്ടത്. ഇന്ത്യൻ സക്സഷൻ ആക്ട് സെക്ഷൻ 54 ഇത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ലാന്ന് എഴുതി. അപ്പൊ അതിനൊരു നമ്മൾ പ്രകാരം കല്യാണം കഴിച്ചാൽ പോലും ഈ അതിനൊരു നമ്മളതിന് ഞാനൊരു കേരള ഹൈക്കോടതി ഫയൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറിൻ്റെ ബെഞ്ചിലുണ്ട്. കേരള ഗവൺമെൻറ് ഞങ്ങൾ ഈ കുറി ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൽ 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട് പിന്തുടർച്ച അവകാശം, 1954 സ്പെഷ്യൽ മാരേജ് ആക്ട്. അപ്പം ആദ്യം വന്ന നിയമത്തിൽ അത് പറയുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ നിയമത്തിൽ ഇത് പറയുന്നുണ്ട് SMA പ്രകാരം കല്യാണം കഴിച്ചാൽ സെക്ഷൻ 21 പ്രകാരം ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് ബാധകം എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ നിയമം നിലനിൽക്കൂ. ഇത് സ്വാതന്ത്ര്യത്തിന് വന്ന ശേഷം ഉള്ള നിയമമാണ്. ഷുക്കൂറിൻ്റെ എല്ലാ ആശയങ്ങൾക്കും ഷുക്കൂർ തന്നെ പ്രായോഗിക മാതൃകയും കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഷുക്കൂർ ഒടുവിൽ ഏറ്റെടുത്ത്, തീർച്ചയായിട്ടും ഇതുവരെ ഏറ്റെടുത്ത ഈ അനന്തരാവകാശ സ്വത്തിന് ന്യായമായ പരിഹാരം ആളുകൾ സ്വീകരിച്ചു തുടങ്ങി ഷുക്കൂറിൻ്റെ മാതൃകയിൽ. തീർച്ചയായിട്ടും വലിയ വലിയ ഒരുപാട് പേര് കണക്ക് വന്നു. ഇപ്പോൾ എനിക്കറിയാനേ ഞങ്ങൾക്ക് അവസാനം നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ TG ഉണ്ടല്ലോ, ഈ 4 ഘട്ടം അവസാനിപ്പിക്കാൻ ഷുക്കൂർ ഏറ്റവും അവസാനം ഞാൻ കണ്ടു വലിയ തോതിൽ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ബഹുഭാര്യത്വം നിരോധിക്കണം, മുസ്ലിങ്ങൾക്കെന്നല്ല ആർക്കും, ഒരു മനുഷ്യനും ഇന്ത്യൻ പൗരനും അതിൻ്റെ ആവശ്യമില്ല. ആ ക്യാമ്പയിൻ്റെ ഇനി അങ്ങോട്ടുള്ള കോഴ്സ് എങ്ങനെയാണ്? അതായത് പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ലെജിസ്ലേഷനാണ് ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ തടയാനുള്ള നിയമം. സെക്ഷൻ 18 പ്രകാരം സ്ത്രീകൾക്ക് ഗാർഹിക പീഡനം ഉണ്ടാക്കുന്ന ഒരു സംഗതിയും തടയാൻ വേണ്ടി മജിസ്ട്രേറ്റ് കോടതിക്ക് അനുവാദമുണ്ട്. ഞാൻ ഒരു ആ നിയമം വന്ന ഉടനെ 2005 തോന്നുന്നു നിയമം വന്ന ഉടനെ ഞാനൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത് എൻ്റെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട്. അത് അവരെ ഭർത്താവ് 2ാം കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മജിസ്ട്രേറ്റ് രമേശ് എന്ന് പറയുന്ന അദ്ദേഹമാണ് മജിസ്ട്രേറ്റ്. അദ്ദേഹം ഇപ്പം ജില്ലാ ജഡ്ജിയായി റിട്ടയറായി, വടകരയിലെ ഒരാളാണ്. ഞാൻ ഈ പ്രവാചകൻ്റെ ഫിഖ് സുന്ന എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ പ്രവാചകൻ്റെ മകൾ ഫാത്തിമ ബീവി, ഫാത്തിമ ബീവിയുടെ ഭർത്താവ് അലിക്ക് ഒരു പെണ്ണ് കെട്ടുവന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ് ഫാത്തിമ ഉണ്ടല്ലോ, പിന്നെന്തിന് വേറെ ഭാര്യ? അപ്പം ഞാൻ കോടതിയോട് പറഞ്ഞ് ഫാത്തിമ എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ മുസ്ലിം സ്ത്രീകളാണ്. പ്രവാചകൻ തന്നെ പറയുന്നുണ്ട് ഭർത്താവ് ഉണ്ടാകും, വേറെ ഒരു ഭാര്യ ഉണ്ടാകും, വേറെ ഭാര്യ വേണ്ട, അപ്പോൾ ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ജസ്റ്റിസ് ഗഫൂറിൻ്റെ ഒരു റൂളിംഗ് ഉണ്ട്, സെക്കൻഡ് വൈഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൈഫിന് മെൻ്റൽ ക്രൂവൽറ്റിയാണ്. കാരണം അത് ഡൈവോഴ്സിലെ ഗ്രൗണ്ടാണ്. അപ്പം ഞാൻ പറയുന്നത് ഡിഗ്നിഫൈഡ് ലൈഫ് ഉറപ്പുവരുത്താനാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് തടയാനുള്ള നിയമം എന്ന് പറയുന്നത്. ഈ 2ാം ഭാര്യ വരുന്നതോട് കൂടിയിട്ട് അവരെ അത്രയും കാലം അവരുടെ സ്വന്തമായി വിചാരിച്ച ഭർത്താവിന് എല്ലാവരും ഷെയർ ചെയ്യാൻ പോവാണ്. ആദ്യം പറഞ്ഞൊരു വാക്കിൽ അതുണ്ട്, ഡിഗ്നിഫൈഡ് ലൈഫ് ആർട്ടിക്കിൾ 21 ഗ്യാരണ്ടി ചെയ്യുന്നത്. മജിസ്ട്രേറ്റ് എനിക്ക് ഇത് ഓർഡർ വന്നു, 2ാം കല്യാണം നിരോധിച്ചു മജിസ്ട്രേറ്റ്. അതായത് ഹോസ്തുർഗിൽ ഓർഡർ വന്നു. ജില്ലാ ജഡ്ജി എത്തി. ജില്ലാ ജഡ്ജി ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് അദ്ദേഹം വേറൊരു തരത്തിലാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ മതമൊന്നും പറയുന്നില്ല, പക്ഷെ അദ്ദേഹം അത് ലിഫ്റ്റ് ചെയ്തു കുറേ കാലം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതിപ്പോൾ ഹൈക്കോടതിയിൽ കിടക്കുന്നുണ്ട്. ഞാനത് എൻ്റെ അതിൽ ക്വസ്റ്റ്യൻ, ഡൊമസ്റ്റിക് വയലൻസ് സെക്ഷൻ 18 പ്രകാരം ഭാര്യയ്ക്ക് വരുന്ന പീഡനങ്ങൾ തടയാൻ കോടതിക്ക് അധികാരമുണ്ട്. ആ പീഡനത്തിൻ്റെ കൂട്ടത്തിൽ 2ാം വിവാഹം വരുമോ? അതെ, സ്വാഭാവികമായിട്ടും വരണമല്ലോ. ജസ്റ്റിസ് ഗഫൂർ ഇത് മാനസിക പീഡനമാണെന്ന് പറയുമ്പോൾ ഈ ക്രൂവൽറ്റിയുടെ പരിധിയിൽ ഇത് വരണം. അല്ല, ഇതിപ്പോൾ സാറേ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം 5 തരത്തിലുള്ള അബ്യൂസ് അതിൽ: സെക്ഷൽ അബ്യൂസ്, മെൻ്റൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, എക്കണോമിക് അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്. സ്വാഭാവികമായിട്ട് ഇത് മെൻ്റൽ അബ്യൂസാണ്. മെൻ്റൽ അബ്യൂസ് തടയാനുള്ള അധികാരം മജിസ്ട്രേറ്റിനുണ്ട്. അപ്പോൾ 2ാം കല്യാണം കഴിക്കുന്നത് ആദ്യ ഭാര്യ മനസ്സിലാക്കിയാൽ അവർക്ക് മജിസ്ട്രേറ്റ് കോടതി ബഹുഭാര്യത്വം നിരോധിക്കാൻ പുതിയ നിയമമൊന്നും വേണ്ട, ന്യായമായി മാറ്റം വരുത്തിയാൽ മതി, ഒരു പണിയില്ല. ഇപ്പം 82 ഓഫ് പുതിയ BNS പ്രകാരം അതിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നതിൽ ഭാഗം മാറ്റിയാൽ മതി.
ഇത് കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ ഒരു സാറൊരു ഫോൺ കേന്ദ്ര നിയമമന്ത്രിക്ക് വിളിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. അല്ല, അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല, ചെയ്യുന്നില്ലെന്ന്. അതെന്ന് വെച്ചാൽ ഇത് മുസ്ലിം സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് അവർ രണ്ടാം കിട പൗരന്മാരാണ്, അവർ ഡിഗ്നിഫൈഡ് ലൈഫ് ആഗ്രഹിക്കാത്തവരാണ് എന്ന് പറയുന്നവർക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർക്ക് അതേ ബോധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇത് എല്ലാം ഒരു പൊളിറ്റിക്കൽ പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാവില്ല. ഇത് ചെയ്താൽ വോട്ട് കിട്ടുമോ, അതോ ഇത് വെച്ച് പേടിപ്പിച്ചാൽ വോട്ട് കിട്ടുമോ? പേടിപ്പിച്ചാലാണ് കൂടുതൽ വോട്ട് കിട്ടുക. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പേടിപ്പിക്കാതെ. പൊളിറ്റിക്സിൽ സാറ് ആത്മാർത്ഥത പ്രതീക്ഷിക്കുകയും വേണ്ട. തീർച്ചയായിട്ടും ബോർഡ് ഞാൻ പറയുകയാണ്, ഡോണ്ട് എക്സ്പെക്ട് എനി സിൻസിയറിറ്റി ഫ്രം എനി ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടി. ദേ ആർ ഡിവൈഡ് ഓഫ്. പക്ഷേ സുപ്രീം കോടതി എന്തായാലും അതിപ്പോൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഒരു സംശയവും വേണ്ട, ഇന്ത്യൻ കോടതി എന്ന നിലയിൽ സുപ്രീം കോടതി ബഹുഭാരിത്വം തടയും, ഈ ഇന്നിക്വാലിറ്റി സ്വത്ത് അനന്തരാവകാശ ഇന്നിക്വാലിറ്റി സുപ്രീം കോടതി തടയും. പക്ഷേ നിങ്ങൾ രണ്ടുപേരോടും എൻ്റെ ഒരു വിയോജിപ്പ്, ഈ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയാണല്ലോ, പവറാണ് ആയിരുന്നു. പക്ഷേ നിങ്ങൾ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട്. BJP പിന്നെ വന്ന പാർട്ടിയാണല്ലോ, വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ തലവലി സാറ് പറഞ്ഞ മാതിരി മത മേലധ്യക്ഷന്മാരുടെ കയ്യിൽ വോട്ടുണ്ട് എന്നൊരു തോന്നൽ രാഷ്ട്രീയ പാർട്ടികൾ ഗണ്യമായി. ഇപ്പം നമ്മൾ 2 സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട്, ഈ തുല്യതാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോഴിക്കോട് സമ്മേളനം നടത്തി, കൊടുങ്ങല്ലൂർ വരുത്തി. കോഴിക്കോട്ടെ ഒരു പ്രമുഖ MLA, നമ്മുടെ വലിയ ജനാധിപത്യ പാർട്ടിയുടെ നേതാക്കൾ ആരും വന്നില്ല. ഞങ്ങൾ ഖദീജ മുംതാസ് പ്രസിഡന്റ്, ഖദീജ മുംതാസ് എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരി, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഡോക്ടറുമാണ്. ഒരുപാട് അവരോട് നേരിട്ട് പറയാണ് MLA ഞാൻ വരുമെന്ന്. പിറ്റേ ദിവസം അവർ വന്നില്ല, അവരുടെ നാട്ടിലുമാണ്. അതെ, കൊടുങ്ങല്ലൂർ സമ്മേളനം വെച്ചു. കൊടുങ്ങല്ലൂർ ഇത് തന്നെയായിരുന്നു, വലിയ ഞങ്ങൾക്കെതിരെ വലിയ ക്യാമ്പയിൻ ആയിരുന്നു. പക്ഷേ ഗംഭീര സമ്മേളനമാണ്. ഇപ്പോൾ ഒക്ടോബർ 2-ാം തീയതി എറണാകുളത്ത് സമ്മേളനം നടക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം സിനിമാ രംഗത്തുള്ളവർ വിചാരിക്കുന്നുണ്ട്, സാമൂഹ്യ രംഗത്തുള്ള എഴുത്തുകാരൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളാരും ഇസ്ലാം മത വിരോധികളോ ഇസ്ലാം മതം എതിർക്കുന്നവരല്ല. ഞാൻ ഏകദൈവത്തിലും പ്രവാചകരിലൊക്കെ വിശ്വസിക്കുന്ന അനേകം മുസ്ലിങ്ങൾ. ഇപ്പോൾ ഇസ്ലാം ഒരു അഭിമാനിക്കേണ്ട സംഗതിയാണെന്നോ അപമാനിക്കേണ്ട സംഗതിയാണെന്ന് വിചാരിക്കുന്ന ആളല്ല. ഇസ്ലാം കുടുംബത്തിൽ ജനിച്ചു, ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്, ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ കുറേ നന്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതിന് തിരിച്ചറിയാൻ വിവേകം ഉണ്ടായതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം മാറ്റിവെക്കുക അല്ല, അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ പുതിയ വെളിച്ചത്തിലേക്ക്, പുതിയ ലോകത്തിന്റെ വെളിച്ചത്തിലേക്ക്, ലിംഗനീതിയുടെ വെളിച്ചത്തിലേക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഈ പൊതുവേ ഇത്തരം കാര്യങ്ങൾ വലിയ വികാരഭരിതരായിട്ടൊക്കെ പെരുമാറുന്നവരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്, CPM CPI ഒക്കെ. ഇസ്ലാമിനെ വിടുക, അവരെ നിങ്ങൾ തൊട്ടാൽ അവർക്ക് ദേഷ്യം വരുമെന്ന് നിങ്ങൾക്ക് പേടി. നിരീശ്വരവാദികൾ ഒരു സമ്മേളനം വിളിച്ചാൽ അതിൽ പോകാൻ ഈ രാഷ്ട്രീയക്കാർ തയ്യാറില്ല, പേടിയാ. ശരിയാ, പൊളിറ്റിക്കൽ അങ്ങനെ പ്രശ്നം പണ്ട് പോകുമായിരുന്നു. യു കലാനാഥൻ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എത്രയോ വർഷം, പള്ളിക്കുന്നിൽ. പിന്നെ അദ്ദേഹത്തെ സമ്പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തി. അതുകൊണ്ടാണ് ഷുക്കൂർ വക്കീൽ പറഞ്ഞത്, പണ്ട് ആയിരുന്നു, ഇപ്പം അങ്ങനെ അല്ല, ഇനി ആകും എന്നുള്ള പ്രതീക്ഷയില്ല. ഷുക്കൂർ വക്കീൽ എന്നെ സിനിക്കെന്ന് വിളിച്ചാലും ഞാൻ ഐ ഹാവ് സീൻ ഇനഫ് പൊളിറ്റിക്സ്. അതാണ് ഞാൻ TG ഷുക്കൂർ വക്കീൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ പരിവർത്തന ശ്രമങ്ങൾക്ക് പരിപൂർണ പിന്തുണ. തീർച്ചയായും അവസാനമായി എന്തെങ്കിലും പിന്നെ ചില കാര്യങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഒരാൾ പിന്തുണച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ശത്രുക്കളുടെ ഓടിക്കോട്ടെ. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഇതിനെ പിന്തുണയ്ക്കാതെ മാറി നിൽക്കുക ചെയ്യും. ഞാൻ സംഘപരിവാറിനോട് ശക്തമായി വിയോജിപ്പില്ല ആളും. ശശികല ടീച്ചർക്കെതിരെ FIR ഇട്ട ആളാണ് ഞാൻ. അവരെ ഹെയ്റ്റ് പ്രസംഗത്തിനെതിരെ കാഞ്ഞങ്ങാണ്ട്. അപ്പൊ എനിക്ക് ഞങ്ങൾക്ക് വളരെ കെ സുരേന്ദ്രന്റെ ഇപ്പോൾ മറ്റേ മഞ്ചേശ്വരം കോഴ കേസിലെ പ്രോസിക്യൂട്ടറാണ്, അയാൾക്കെതിരെ ആ കേസ് ഇനീഷ്യേറ്റ് ചെയ്തത് ഞാനാണ്. BJP-യോട് ശക്തമായി വിയോജിപ്പില്ലാണ്. എന്നുവെച്ചാൽ സാറിന്റെ പല നിലപാടുകളും വളരെ ശക്തമായി വിയോജിപ്പില്ലാണ്. പക്ഷെ അതിന്റെ പേരിൽ എന്നെ സംഖ്യയാക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. എന്റെ പൊളിറ്റിക്സ് എനിക്കറിയാലോ. ഇപ്പൊ ഈ മുസ്ലിം മതമൗലികവാദികൾ ഇപ്പം ഏകീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഇലക്ഷനിലുണ്ടായി. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വേറെയാണ്. നമ്മളെ പൊളിറ്റിക്സ് അത് സ്വാഭാവികമായിട്ടും മഞ്ചേശ്വരം നിയോജക മണ്ഡലം കാസർഗോഡ് ജില്ലയിൽ അവിടെ 80-ന് മുമ്പുണ്ടായ പൊളിറ്റിക്സും 80-ന് ശേഷം ഉണ്ടായ പൊളിറ്റിക്സും ഭയങ്കര വ്യത്യാസമുണ്ട്. അത് പഠിച്ചറിയാം. ഈ മതപരമായ ഏകീകരണം വലിയ തോതിൽ സമൂഹത്തിൽ ചിത്രയുണ്ടാക്കും. മതമായിരുന്നില്ല നമ്മളെ ഏകീകരിക്കുന്ന ഒരു സംഗതി, നമ്മളൊരു കൾച്ചറാണ്. എനിവേ ABC ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡൈവേഴ്സിറ്റിയാണ് കേട്ടോ. വ്യത്യസ്തമായ നിലപാടുകൾ വന്ന് ആർക്കും വളരെ പറയാനുള്ളത് മുഴുവനും പറഞ്ഞ്
അത് കേട്ടുകൊടുക്കുന്ന ഒരു കൾച്ചറാണ് ഞങ്ങൾ. ഈ ചാനൽ ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ABC മലയാളത്തിൽ പ്രക്ഷേപിക്കുന്ന ഒരു കൾച്ചർ ഇതാണ്. അപ്പോൾ ഷുക്കൂറിന് അവസാനമായി ഇപ്പോൾ ഇനിയും ഇതുപോലെ ABCയിൽ വരാൻ സൗകര്യപ്പെടുമ്പോഴൊക്കെ വരണം, സംസാരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ AP ആണ് എന്നത് ലിങ്ക് എന്ന് പറയുന്നത്. അല്ല, ഞാനിത് ABCയോട് ബന്ധിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്ന. അവസാനമായിട്ട് ഷുക്കൂർ നടത്താൻ പോകുന്ന ഇനി അങ്ങോട്ടുള്ള തീർച്ചയായും പ്രവർത്തനങ്ങളെ കുറിച്ചൊരു പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളല്ലേ സമൂഹത്തിൻ്റെ മുഴുവൻ ആൾക്കാരുടെയും പിന്തുണ വേണം. നിങ്ങളെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പ്രത്യേകിച്ചിട്ട് ഏറ്റവും ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് മഹാത്മാഗാന്ധി നമുക്ക് കിട്ടുന്നൊരു പ്രചോദനമാണ്. നമ്മുടെ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മൈനോറിറ്റീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്ക് കൊണ്ട് ജെൻഡർ മൈനോറിറ്റിക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഭരണഘടനയിലൊരു രാജ്യം നമ്മളത്. അപ്പം ഈ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ ഉത്തരവാദിത്വം. ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ നമ്മുടെ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്നുള്ളത് പോയിട്ട് അത് മൈനോറിറ്റിയുടെ അവകാശമായി, പിന്നെ ഇപ്പൊ പദവിയായി, കിരീടമൊക്കെ വെച്ചിട്ട് ന്യൂനപക്ഷ പദവി. ഈ മൈനോറിറ്റി എന്ന് പറയുന്നതിൽ സ്ത്രീകളുണ്ട് എന്ന് ബാക്കിയുള്ളവർ അംഗീകരിച്ചു. അതിലെ പ്രശ്നം മൈനോറിറ്റി എന്ന് പറയുന്നത്, ഈ മൈനോറിറ്റി എന്ന് പറയുന്ന ആണും പെണ്ണും മറ്റേ ട്രാൻസ്ജെൻഡേഴ്സും ചേർന്നാണെന്നും അവരുടെ അവകാശം കൂടി പരിഗണിക്കാനുള്ള ബാധ്യത അത് ഏറ്റെടുക്കുന്നില്ലല്ലോ. ഈ പരിരക്ഷ മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ റിലീജിയസ് മൈനോറിറ്റി എന്നാണ് അതിനർത്ഥം. റിലീജിയസ് എന്നുള്ള വാക്ക് അതിൽ ഇൻബിൽറ്റ് ആണ്. അല്ലാതെ സ്ത്രീകളെയോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനോ ആരുടെയും മനസ്സിൽ വരാറില്ല. മൈനോറിറ്റി കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ റിലീജിയസ്. എല്ലാ ഇഷ്യൂസും എല്ലാവരുടെയും ഒരു രാജ്യത്ത് പ്രയോറിറ്റിയായി സ്വീകരിക്കുക ഒരു ലൈഫിൽ സാധ്യമല്ല. ഷുക്കൂർ അവസാനം പറഞ്ഞ ഒരു വാക്യമാണ് ഷുക്കൂറിൻ്റെ ജീവിതത്തിലെ ദൗത്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടെ സ്ത്രീ കൂടി ഉണ്ട് എന്ന് മറക്കാതിരിക്കുക. ഈ സന്ദേശം പറയാൻ ABCയിൽ വന്ന ഷുക്കൂറിന് ഞങ്ങൾ എല്ലാവരും നന്ദി പറയുന്നു. അല്ലേ? തീർച്ചയായിട്ടും സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.